ഹലോ, ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നണ്ട, കുറേ കമ്പും കോലുകളും എന്താണെന്ന് കരുതണ്ട. ഇത് നമ്മൾ ബൊഗൈൻവില്ലൻ്റെ കമ്പുകളെ പിടിപ്പിക്കാൻ വെച്ചതായിരുന്നു. നമ്മൾ ഇതിൻ്റെ ഒരു അപ്ഡേഷൻ വീഡിയോ എന്ത് ഫസ്റ്റ് കുത്തി വെച്ചതും നമ്മളിപ്പോൾ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട് ഒരാഴ്ചൻ്റെ ശേഷം എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ അന്ന് കുത്തിയതിൻ്റെ മുമ്പേ ഒരാഴ്ച മുമ്പ് കുത്തി വെച്ചതാണ്. ഒരാഴ്ച കൊണ്ട് ഏകദേശം ഇത് തളിർപ്പ് വരും. അന്ന് നമ്മൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ കുത്തി വെക്കലാണ് നമ്മൾ മെയിനായിട്ട് പരിപാടി. ഇതൊക്കെ കണ്ടില്ല, തളിർത്തതും ഇത് ബ്രൂണിങ് ചെയ്തതും നമ്മൾ പഞ്ചസാര കടയിൽ നിന്ന് കൊണ്ടുവരുന്ന കവറുണ്ടല്ലോ, അതിലാണ് നമ്മൾ വേര് പിടിപ്പിക്കാൻ പ്രത്യേകിച്ച് കവറൊന്നും വേണ്ടല്ലോ. ഒരു കവറിൽ തന്നെ 5ഉം 6ഉം കൊമ്പുകളൊക്കെ കുത്തും. ഇതൊക്കെ നമ്മൾ ബ്രൂണിങ് ചെയ്തതായിരുന്നു. ഇതൊക്കെ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ തന്നെ കമ്പ് കുത്തി വെച്ചതാണിത്. ഒരു കവറിൽ തന്നെ ഇതൊക്കെ നമ്മളെ കയ്യിലുണ്ടതിൻ്റെ ഫ്ലവറുകളാണ്. ഈ ടൈമിൽ നമുക്ക് ഫ്ലവറുകളൊന്നും എവിടുന്നും കിട്ടില്ല, കാരണം നല്ല മഴ പെയ്യുന്ന ടൈമാണ്. ഈ മഴത്താണ് ഇതിനൊക്കെ കമ്പ് പിടിപ്പിക്കേണ്ടത്. ഇത് അവിടെ നിന്ന് കിട്ടും ഒരാഴ്ച കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള വീഡിയോസാണിത്. നമ്മൾ പല ടൈമിൽ എടുത്തു വെച്ചതാണ്. ഇതിനൊക്കെ തളിർപ്പ് കണ്ടില്ലേ, എല്ലാ കമ്പിനും തളിർപ്പ് വന്നിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ ഓരോ കളറും ഓരോ കവറിലാണ് നട്ടി. ഒരു കവറിലുള്ളത് തന്നെ ഫുള്ള് ഒരു കളറാണ്. അങ്ങനെ ഓരോ കവറിലും അങ്ങനെയാണ്. നമ്മളെ കയ്യിൽ ഒരു 7-8 കളർ വെറൈറ്റി ഉണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ കണ്ട തളിർപ്പിന്. ഇതൊരു ഗ്രീൻ കളറാണ്, റെഡ് കളർ വരുന്നുണ്ട്, അത് റെഡ് കളറിലാണ്. ഇതൊക്കെ നമ്മൾ കണ്ട കവറിലൊക്കെ അങ്ങനെ കുത്തി വെക്കണമെന്നുള്ളൂ, കാരണം അതൊക്കെ തളിർപ്പ് വരുന്നുണ്ട്. ഇതൊരു റെഡ് കളറിലാണ്, കാരണം ഓരോ ഫ്ലവറിനനുസരിച്ചുള്ളതിനേക്കാരം കളറിന് മാറ്റം വരാം. ഇത് നമ്മൾ വേനലിൽ പിടിപ്പിച്ച് വെച്ചതാണ്. വേര് പിടിക്കാൻ വേണ്ടി വെച്ചതിൽ നമ്മളിങ്ങനെ മാറ്റി നടുന്നതാണ് വേര്. ഇതിലൊക്കെ മെലസ്റ്റോമൻ്റെ കമ്പുകളും നമ്മൾ ജസ്റ്റ് വേര് പിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഇതൊരു കാപ്പി കളറിലാണ് ഇതിൻ്റെ തളിർപ്പ് വന്നിട്ടുള്ളത്. എല്ലാതും നമ്മൾ നട്ടത് എല്ലാതും തളിർപ്പ് വന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും കൂടുതലൊരു പ്രത്യേകത. ഇപ്പം നമുക്ക് ഫ്ലവറുകളൊന്നും കാണാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ഇത് ഏറ്റവും കൂടുതൽ വേര് പിടിപ്പിക്കാനും കമ്പ് നടുന്നൊരു ടൈമാണ്. നമ്മളെ കയ്യിലുണ്ടതിൻ്റെ ഓരോ ഫ്ലവേഴ്സുകളൊക്കെയാണ്. ഇത് നമ്മൾ ഫസ്റ്റ് ടൈം നട്ട് പിടിപ്പിച്ചപ്പോൾ ഉണ്ടായ കുഞ്ഞു കുഞ്ഞു ഫ്ലവറുകളാണ്. ഇതൊക്കെ കണ്ടില്ല, ഇതൊരു ഗ്രീൻ കളറിലാണ് ഇതിൻ്റെ ഒരു തളിർപ്പ് വരുന്നത്. എല്ലാ ഫ്ലവേഴ്സുകളും നമുക്ക് നമ്മളെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ളതാണ് നമ്മളിങ്ങനെ നട്ടുപിടിപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. പലരും വേനൽക്കാലത്താണ് നമുക്ക് ഇതിൻ്റെ ഒരു തൈ തരുമോ കമ്പ് തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്, ആ ഫ്ലവറിൻ്റെ ടൈമിൽ നമുക്കിത് കമ്പ് മുറിക്കാനോ കുത്തി വെച്ചാൽ പിടിക്കാനും സാധ്യതയില്ല. അത് ഏറ്റവും നല്ല തണുപ്പും നല്ല വെള്ളവും ആവശ്യമാണ് ഇത് കമ്പ് വേര് പിടിക്കാനും. നമ്മളെ വീടിൻ്റെ ഒരു സൈഡിൽ ഫുള്ളായിട്ട് ഓരോ കവറിലും പഞ്ചസാര കവർ പറഞ്ഞില്ലേ, അതിലിങ്ങനെ നമ്മൾ ഓൾറെഡി മണ്ണ് നിറച്ച് വെച്ച് കണ്ട് അതിലേക്ക് ഇങ്ങനെ വെറും കുത്തി വെച്ചിട്ടുള്ളൂ. അതിൻ്റെ ഇലകളൊക്കെ കളഞ്ഞു കണ്ട് ഇതിൻ്റെ തളിർപ്പ് കണ്ടില്ലേ, ഒരു ചുവപ്പ് കളറായിട്ട് വരുന്നതാണ്. ഇതൊരു ഗ്രീന്, അങ്ങനെ പലതിനും പല കളറിലാണ് ഇതിൻ്റെ ഒരു തളിർപ്പൊക്കെ. നല്ല ഉഷാറായിട്ട് തന്നെ ഏകദേശം ഒരു 10 ദിവസത്തോളം ആയിട്ടുണ്ട് ഇത് ഇത്രേ ആവാൻ. എല്ലാവരും വൈകിട്ടൊന്നുമില്ല. ഇനി ഇത് നല്ല ഹെൽത്തി ആയിട്ട് നമുക്കിത് മാറ്റി വെക്കാനുള്ളതാണ്. ഇതിൻ്റെ അടിയിലുള്ള നമ്മളൊരു കമ്പ് ഇപ്പം നട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഏകദേശം ഒരു 15 ദിവസം മുമ്പ് നട്ട് വെച്ചതാണ്. ഇതൊക്കെ വേര് പിടിക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറേ വേര് പിടിച്ച് നമ്മൾ വേറെ കവറിലേക്കും പോട്ടിലേക്കും മാറ്റി വെക്കണതാണ്. നല്ല ഭംഗിയായിരിക്കരുത് വേനൽക്കാലത്ത് കാണാൻ. നമ്മളെല്ലാ കവറിലും കുത്തി വെക്കുമെന്ന് പറഞ്ഞ പോലെ മണ്ണ് നിറക്കലും ഇതാണ് എളുപ്പമുള്ള പരിപാടിയാണ്. കാരണം വേനലാകുമ്പോഴേക്ക് നമ്മൾ ഈ മഴ പോകുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മളിതൊക്കെ മാറ്റി ഓരോ പോട്ടിലേക്ക് മാറ്റി വേനലാകുമ്പോൾ നിറയെ ഫ്ലവറേക്കറാം. അത് കാണുമ്പോഴേക്കരം എല്ലാവർക്കും അത് ആവശ്യം. ഇത് ബ്രൂണിങ് ചെയ്താണ്. നമ്മളെ തൊട്ട അയൽവക്കത്തെ വീട്ടിലുള്ളതാണ്. അതുപോലെ ബ്രൂണിങ് ചെയ്തതിന് എന്താണിത്, നമ്മളതിൻ്റെ ഒരു മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് ബ്രൂണിങ് ഇത് നമ്മൾ ഒരേ മരത്തിൽ തന്നെ 2-3 കളർ ഫിക്സ് ചെയ്യില്ല, ആ ഒരു പരിപാടി അവർ എടുത്തതാണ്. പലതുകൊണ്ട് അതിൻ്റെ ഏകദേശമൊക്കെ വിജയിച്ചിട്ടുണ്ട്. തളിർപ്പ് വരുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഇതൊക്കെ കണ്ടില്ലേ, നമ്മൾ അങ്ങനെ ഓരോ ടൈമിൽ ഇങ്ങനെ കമ്പ് പിടിപ്പിക്കാമെന്ന ഫസ്റ്റ് വീഡിയോ കണ്ടില്ലേ, ഇതിന് തളിർപ്പൊന്നും വന്നിട്ടില്ലല്ലോ. അതിന് ശേഷമുള്ളിലാണ് തളിർപ്പും കാര്യങ്ങളൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് തന്നെ വരും. അപ്പോൾ ഇത് ഇത് ഏകദേശം കൃത്യം ഒരാഴ്ച ആയിട്ടുള്ളൂ. കണ്ടില്ല തളിർപ്പ്. കാരണം ഇതിങ്ങനെ ഒരു തളിർപ്പ് വരുമ്പോൾ ഒരു സന്തോഷമാണ്. കാരണം നമുക്കൊരു ചിലവില്ലാതെ പെട്ടെന്നൊരു വേര് പിടിക്കാൻ. എന്നിട്ട് പിന്നെ നമ്മളിത് മാറ്റി നടുമ്പോൾ നമ്മളിത് നല്ലൊരു പോട്ടിംഗ് മിക്സ്, അതായത് മെയിനായിട്ട് ചാണകപ്പൊടിയാണ് ഉപയോഗിക്കൽ. ഇതാക്കിയിട്ടാണ് നമ്മൾ അതിലേക്ക് നട്ടുപിടിപ്പിക്കൽ. ഇതിലൊക്കെ കണ്ടില്ല, നമ്മളെല്ലാ കവറിലും ഉണ്ട് നമ്മളെ കയ്യിൽ. ഇത് ഏകദേശം 15 ദിവസമായി തുടങ്ങിയതാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ. അപ്പോഴാണ് നമ്മളെ ഈ ഏരിയയിൽ ഭയങ്കര വെയിലുള്ളൊരു ഏരിയയാണ്. അതാകുമ്പോൾ ഇതിന് നല്ല ഫ്ലവറും കിട്ടും.
അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. നമ്മളെ കയ്യിൽ കുറച്ച് അഗ്ലോണിമ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ വേനലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഏരിയയിൽ തീരെ നടക്കില്ല. കാരണം ഇലകളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. അഗ്ലോണിമ നമുക്കൊരു സൈഡിൽ വെക്കാനോ അങ്ങനെ ഒരു തണലുള്ള മരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ വല്ലാതില്ല. ഇതൊക്കെ നമ്മൾ ബ്രൂണിങ് ചെയ്തതൊക്കെ ഒരു ചട്ടി തന്നെ നമ്മൾ കുറേ വെച്ചിട്ടും ഉണ്ട് കേട്ടോ. അതൊക്കെ ഇനി മാറ്റി നടും. മഴ പോകുന്നതിൻ്റെ മുമ്പായിട്ട് ഒരു 2 മാസം മുമ്പ് ഫുള്ള് മാറ്റി നല്ല പോട്ട് മിക്സൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ നടലാണ് പരിപാടി. ഇതൊക്കെ കണ്ടി നല്ല ചുവപ്പ് ഇലയാണ് ഇതിനൊക്കെ വരുന്നത്. നമ്മളെ കയ്യിലുണ്ട്. അതിൻ്റെ ഫ്ലവറുകൾ തന്നെ ഫുൾ ഫോട്ടോസൊന്നുമില്ല. നമ്മളെ കയ്യിൽ കുറച്ച് ഈച്ചൊക്കെ ഉള്ളതൊക്കെ നമ്മൾ ഓരോ ഇതൊക്കെ നമ്മളെ കയ്യിലുള്ളത് തന്നെയാണ്. ഇതിൻ്റെ ഫ്ലവറിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 6 മാസം ഫുള്ളായിട്ട് ഫ്ലവർ കയറാം. അങ്ങനെയുണ്ട്. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്